ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഒരു 2 ഡേ വ്ളോഗ് ആണ് കേട്ടോ. 2 ഡേ എന്ന് പറഞ്ഞാൽ രാത്രിയും രാവിലെയാണ് കേട്ടോ നമ്മളെ വരുന്നത്. അപ്പോൾ മർസി വർക്കിന് പോകുന്ന സമയത്തിൽ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് രാവിലെ തന്നെ പോകും, 5 മണിയാകുമ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു രാത്രി മുതലേ സ്റ്റാർട്ട് ചെയ്യാം. രാത്രി മുതൽ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ രാത്രി നമ്മള് ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, അത് കാര്യങ്ങളൊക്കെ നോക്കലും ചെയ്യും. അപ്പൊ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കാലോ എന്ന് വിചാരിച്ച് നമ്മള് അതായത് നമ്മൾക്ക് ഇന്ന് വർക്ക്, അതായത് കഴിഞ്ഞ വർക്കിന് അതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ബ്രഷും കാര്യങ്ങളും ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. ഞാൻ പോകുന്നതിന്റെ തലേന്ന് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്നെല്ലാം തട്ടി എന്താ ഇല്ലേ ചെക്ക് ചെയ്തൊക്കെ അങ്ങനെ നോക്കും. അപ്പൊ ഇന്ന് നമുക്ക് നാളെ വർക്കില്ലോണ്ട് ഇന്ന് രാത്രി നമ്മളെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്ലെൻഡറെല്ലാം ഒന്ന് വെറ്റ് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ ഒരു ഓക്കെ ഇല്ലെങ്കിൽ നമ്മള് എന്താ ഒരു നമ്മളെ ഇങ്ങനെ അടിക്കുന്ന ഇതില്ലേ ദീർഘ എന്താ പറയാ, ആ സ്പ്രേ അതിന് അത് ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യും, അത് കൊണ്ടുപോകും. പിന്നെ നമ്മള് കിച്ചണിലേക്ക് കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇന്ന് രാത്രി നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന പിസ്സ കൊറേ ആയാലും ഉണ്ടാക്കാത്ത പെട്ടെന്ന് വാങ്ങി ചെയ്യും. നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ. അപ്പൊ നമുക്ക് വേഗം തന്നെ അത് ഉണ്ടാക്കാം. അപ്പൊ നമ്മള് അകാരോന്റെ പ്രൊഡക്ട്സ് ആണ് നമ്മളെല്ലാം വാങ്ങൽ. നമ്മളെ കിച്ചണില് ഏകദേശം ഇപ്പൊ നോക്കിക്കഴിഞ്ഞല്ലോ അകാരോ തന്നെ. അപ്പൊ നമ്മളിപ്പം വാങ്ങിയതില് അകാരോയില് ഫസ്റ്റ് ഇതാ നമ്മളെ സൂപ്പ് മേക്കർ ആണ് കേട്ടാ. അടിപൊളി സാധനം. കാരണം എന്താ വെച്ചാൽ എനിക്കും നെസ്ബേബിക്കും അതുപോലെ മർസിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നമ്മളെ റെസ്റ്റോറന്റിലെല്ലാം പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു സൂപ്പ് കുടിക്കലുണ്ട്. അപ്പൊ പിന്നെ റെസ്റ്റോറന്റിലൊന്നും പോയിട്ട് സൂപ്പ് ഒന്നും കുടിക്കണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഹോട്ടൽ സുറായാലും എന്തായാലും നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനാണ് ഇതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. സ്മൂത്തും അതുപോലെ തന്നെ ചങ്കിയും അല്ലേ. പിന്നെ അതുപോലെ ജാം ഉണ്ടാക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലെൻഡും കോമ്പോട്ടും. ഇത് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാകുന്ന കാണിച്ചു കൊടുത്തേ. ഇവിടെ തന്നെയാണ് നമ്മള് സ്റ്റാർട്ടും പിന്നെ അതുപോലെ തന്നെ സ്റ്റോപ്പും. ഇവിടെ നമുക്ക് മോഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ഒരു ജാറാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് അളവും കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് എല്ലാ സംഭവം ഉണ്ടാക്കുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം അല്ലെ, നമ്മളെ സംഭവം കാര്യങ്ങളൊക്കെ. അപ്പൊ ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും പെട്ടെന്ന് സംഭവം നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനം ഇട്ട് കൊടുത്തിട്ടാകുമ്പോ ഒന്ന് ജസ്റ്റ് ഇതിന്റെ മൂഡ് ഒന്ന് കഴിഞ്ഞാൽ നമ്മള് സൂപ്പ് റെഡി ആയി കേട്ടാ. പിന്നെ അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ന്യൂട്രി ബ്ലെൻഡർ ആണ് കേട്ടോ. നമ്മള് പണ്ട് കുഞ്ഞു ബേബി ആയാല് കുഞ്ഞു ബേബി അല്ല കുഞ്ഞായ സമയത്ത് നമ്മളെ നോക്കി വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ. അനസ് ബേബിക്ക് ഇതുപോലെ എന്താ കുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതൊരു ബ്ലെൻഡർ നമ്മള് വിചാരിച്ചിരുന്ന സംഭവമാണ്. ഇപ്പൊ ആള് വലുതായി. അപ്പാണ് നമ്മള് വാങ്ങിച്ചത് കേട്ടോ. ഇതിൽ നമുക്ക് എന്താ സ്മൂത്തി അതുപോലെ തന്നെ എല്ലാ പരിപാടിയും ക്രഷ് ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള എല്ലാ പരിപാടിയും നമുക്ക് ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഏലക്കായൊക്കെ പൊടിച്ചിട്ടുണ്ടായി. നമുക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ഇതിൽ തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിന്റെ ഓൺ ചെയ്യുക, പിന്നെ പൾസ്, പിന്നെ ലോ ആൻഡ് ഹൈ ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഒരു വലിയൊരു ജാറ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഒന്നിച്ച് തന്നെ വേറൊരു ചെറിയൊരു ജാറ്. പിന്നെ ബ്ലേഡ് വരുന്നത് 2 സൈസ് ബ്ലേഡ് വരുന്നു അല്ലേ. ഇത് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോ ഇത് മാറ്റിയിട്ട് കൊടുത്തിട്ട് നമുക്ക് അതായത് ബ്ലെൻഡ് ചെയ്യാനോ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലെൻഡറും പിന്നെ പൊടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ്. 2 ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ജ്യൂസറിൽ വെച്ചിട്ട് സ്മൂത്തി ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാ. ഇൻഷാല്ല ഇനി കുറച്ച് നല്ല ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം ഇൻഷാല്ല. ഈ ഒരു ഇതെല്ലാം കണ്ടത് എന്തായാലും നമുക്ക് സ്മൂത്തിയും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പൊ പിന്നെ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഇൻഷാല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്മൂത്തി ആക്കി മാറ്റാനൊക്കെ. പിന്നെ അടുത്തത് നമ്മള് കൊറേ നാളായിട്ടാ നോക്കി വെച്ചിട്ട് അകാരം തന്നെ സ്റ്റാൻഡ് മിക്സർ ആട്ടോ. നമുക്കെന്താ ഡോ വയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ എന്താ കേക്ക് സംഭവം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഐസ്ക്രീമാ എന്താ പിന്നെ ഇതെല്ലാം നമുക്ക് ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് പരീക്ഷണങ്ങൾ തന്നെ ആയിരിക്കട്ടെ. വരുന്ന അറ്റാച്ച്മെന്റ് 3 സാധനം കേട്ടോ. ഇത് നമുക്ക് ഡോവൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന കേട്ടോ. ഇതിന് ഡഫ് ഹുക്ക് എന്നാ പറയുന്നത്. ഇത് വരുന്നത് ബീറ്റർ
ബീറ്റർ അല്ലേ? ബീറ്റർ. ഇത് മറ്റേ പറഞ്ഞ വിസ്ക്. ഇതിനകത്ത് മുട്ട കടയുന്ന ഈ സംഭവമായിരിക്കും കേട്ടോ. മുട്ടയും മറ്റേ കേക്കിന്റെ സംഭവം ഐറ്റംസ് ഒക്കെ ആ ഒരു സംഭവത്തിലേക്ക് നമുക്കിപ്പോ പിസ ഉണ്ടാക്കാൻ വേണ്ടി ഈ സാധനം ഇപ്പൊ ആവശ്യമുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പിസന്റെ ഡോ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഈ സാധനം കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണല്ലേ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ഇതാ ഈ ഒരു ബട്ടൺ ജസ്റ്റ് താഴോട്ട് കഴിക്കേണ്ട സാധനം ഇങ്ങ് പുറത്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു വലിയ ജാറ് അല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലോ മർസി. നമുക്ക് ഒരുപാട് ഒരു വലിയ ഒരു 5-6 കിലോ കേക്കെല്ലാം ഉണ്ടാക്കാം. എല്ലാ സംഭവം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമ്മളെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത് കേട്ടോ. 0 1 2 3 4 5 6 വരെ ഉണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ടോപ്പാണ് കേട്ടോ. അത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടക്കേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് കൊടുക്കാനുള്ളതായിരിക്കും ഈ ഡോവൊക്കെ ചെയ്യുന്ന സമയത്ത്. നമുക്ക് അനുസരിച്ചിട്ട് അതായത് നമ്മളെ ഡോന്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചെടുക്കാനുള്ളതാണ് ഈ ഒരു ഹോളില്. അപ്പൊ നമ്മളെ ഡോ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത് അഗാരന്റെ എയർ ഫ്രയർ ആണ് കേട്ടോ. അപ്പൊ ഇതിലാണ് നമ്മൾ പിസ്സ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവാം. അത്യാവശ്യം നല്ല വലിപ്പയിലുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറെ ഓപ്ഷൻസ് വേണം കേട്ടോ. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ. ഫ്രഞ്ച് ഫ്രൈസ്, ഫിഷ്, ബ്രെഡ് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ചിക്കന് അങ്ങനെയുള്ള എല്ലാ സംഭവം റെഡിയാക്കാൻ വേണ്ടി ഇതെല്ലാം മറ്റേ അൽഫാമും മറ്റേ ഷവായിന്റെ സാധനം കാണുന്നുണ്ട് അല്ലേ. കേക്കിന്റെ കാണുന്നുണ്ട്. പിന്നെ ഇതാണ് പിസ്സ കേട്ടോ. പിസ്സക്ക് നമ്മളിപ്പോ പിസ്സയെല്ലാം ആക്കുന്നത്. പിസ്സക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു പിസ്സേന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് 150 ഡിഗ്രി എന്നൊക്കെ. നമുക്ക് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിൽ. ഇപ്പം നമ്മൾ 2 എണ്ണത്തിനും വെച്ചിട്ടുണ്ട് കേട്ടോ സാധനം. ഇതില് അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. നമുക്ക് 2 ലെയർ ആയിട്ടെല്ലാം വെക്കാൻ വേണ്ടി പറ്റും. ഇതപ്പോ നമ്മള് 2 ലെയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ സംഭവം വറക്കാനുണ്ട്. എത്ര മിനിറ്റ് ഇതിൽ കാണിക്കുന്നത്? 15 മിനിറ്റ് കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആവും. അപ്പൊ ഇതിൽ വരുന്ന ആക്സസറീസ് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൽ 2 ട്രേ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ. പിന്നെ ഇത് നമ്മൾ താഴെ വെക്കുന്നല്ലേ ഫസ്റ്റ്. പിന്നെ ഇത് നമ്മളെ മറ്റേ ബാസ്ക്കറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇതില് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതുപോലെ തന്നെ പോപ്കോണും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. ഇതിലും ആക്കാല്ലേ പോപ്കോണും ഫ്രഞ്ച് ഫ്രൈസും. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അഗാരന്റെ 17 പീസ് വരുന്ന ഒരു നൈഫ് സെറ്റ് ആണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത്. ഇതൊരു സ്റ്റാൻഡിൽ തന്നെയാണ് ഈ സാധനം വരുന്നത്. പിന്നെ അതിനെന്ന് വെച്ചാൽ സിസറും അതുപോലെ തന്നെ പീലറും വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പിസ്സ നൈഫാണ് കേട്ടോ. നമ്മൾ പിസ്സ എല്ലാം ആക്കുന്നത്, പിസ്സ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇത് അതിന്റെ കൂടെ തന്നെ വരുന്ന കേട്ടോ. നൈഫ് നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ഗൈസ് നമ്മുടെ പിസ്സ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 3 എണ്ണം ആക്കിയിട്ടുണ്ടായത്. ബാമർസി കട്ട് ചെയ്യാലോ. അപ്പൊ ഞാൻ ഈ കാണിച്ചിട്ടുള്ള അഗാരോന്റെ 5 പ്രോഡക്റ്റ് നമ്മളെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നെസ് ബേബിക്ക് ചെറിയൊരു പനി ഉണ്ടായിന് കേട്ടോ. അപ്പൊ പനിക്ക് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിട്ട് രാവിലെ ഉറങ്ങി എണീക്കണ്ടല്ലോ. 5 മണിക്ക് എണീക്കേണ്ടത് അതല്ല കുറച്ച് 5 മണിക്ക് എണീച്ചിട്ട് നമുക്ക് പോകേണ്ടതാണ്. സമയം കുറേ. നെസ് ബേബി നല്ല ഉറക്കലാണ്. അതിൻ്റെ അടുത്ത് നമ്മൾ ടെറ്റീന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇറങ്ങാതിരിക്കും അല്ലേ. സമയം 6 മണിയായി. നമുക്ക് 6:30 ആകുമ്പോൾ ഇവിടെ എത്തണം. സാധനം കൊടുക്കില്ലേ. നമ്മൾ ബ്രൈഡിൻ്റെ പേര് ഉസൈമ എന്നാണ് കേട്ടോ. തളിപ്പറമ്പാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടുന്ന് ഏകദേശം നമുക്കൊരു 44 മിനിറ്റ് അങ്ങനെ ദൂരം വരുന്നുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ചായയും കുടിക്കണം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിട്ടില്ല. വേഗം ഇറങ്ങേണ്ടതുകൊണ്ട് പിന്നെ ചായ കുടിക്കാൻ നമ്മൾ പോകുന്ന വഴിക്ക് എവിടുന്നെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തപ്പി ഒരു ഷോപ്പ് കിട്ടിയിട്ടാ. ഏകദേശം ബ്രൈഡിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ എത്താനായിട്ടുണ്ടായിന്. അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയും ആ ഒരു ടൈമിൽ ഷോപ്പ് എവിടെയും തുറന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനും നദീർക്കും ചായ കുടിച്ചിട്ടാ. അപ്പാന്നുണ്ടായത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുട്ട സിർക്കാന്ന് പറയും. അപ്പോൾ ഇതാ ബ്രൈഡിൻ്റെ പോകുന്ന വഴിക്ക് നല്ല മഞ്ഞായിട്ട് ഉണ്ടായത്. വീട്ടിൻ്റെ അടുത്ത് തന്നെ നല്ല മഞ്ഞ ഉണ്ടായിട്ടുണ്ടായിന്. മുമ്പ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിന് കേട്ടോ. ഈ ഒരു റൂട്ടിൽ തന്നെ. അപ്പം നമ്മളിതാ ബ്രൈഡിൻ്റെ പ്ലേസിലെത്തിയട്ടാ.
ഇതെടങ്ങി ബാക്കോട്ടേക്ക് വന്ന് നമ്മള് ബ്രൈഡിൻ്റെ ലൊക്കേഷൻ ഇതാ അവിടെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നാണ് റെഡിയാക്കുന്നത്. ബ്രൈഡിൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ റെഡിയാക്കുന്നത്. മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടമായി. മാഷാഅല്ലാഹ് നല്ലുണ്ട്. എങ്ങനെ വിചാരിച്ച പോലെ ആ ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെ കിട്ടിയില്ല. കാപ്പ കുറച്ചുകൂടെ പെർഫെക്റ്റ് വേണ്ടത് അതുപോലെ തന്നെ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട്. അങ്ങനെ നമ്മളെ മേക്ക് ഓവറെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കേട്ടോ. കൂടുതൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല ബ്രൈഡിൻ്റെത്. അപ്പോൾ നമ്മൾ ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലിങ് ആൻഡ് ഗ്ലോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നെജു ബേബിക്ക് നമ്മൾ മിഠായി വാങ്ങി. നമ്മൾ ഇങ്ങനെ വർക്കിന് പോകുന്ന സമയത്ത് നമ്മൾ രണ്ടാളെ ആ ഒരു മിസ് ചെയ്യില്ലേ, ആ ഒരു ഫീല് മാറ്റാനും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം എന്നുള്ള അങ്ങനെ എപ്പം വാങ്ങിക്കലുണ്ട്. പിന്നെ അത് മാത്രമേ നമ്മൾ വേഗം അവിടുന്ന് വർക്ക് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. കാരണം മോൾക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം വീട്ടിലേക്ക് പോകണം. ഉണ്ണി വന്നില്ലേ? അപ്പൊ തിന്നുണ്ടാ? മരുന്ന് കുടിച്ചിനാ? അപ്പോൾ ഇതാ നമ്മള് പുറത്തുനിന്ന് കേട്ടോ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായത്. ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. കാരണം വെച്ചാൽ എല്ലാവർക്കും പനിയും പിന്നെ അതുപോലെ തന്നെ കോൾഡും. നെസൂനും പനിയുണ്ട് അല്ലേ? നെസൂനും ഉമ്മാക്കും എല്ലാവർക്കും പനിയെല്ലായിട്ട് ആകെ സൈഡായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ബിരിയാണി വാങ്ങിച്ചു. ചിക്കൻ ബിരിയാണിയാണ് 2. പിന്നെ നമ്മളെ നെസൂൻ്റെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനും കാര്യമൊന്നും ഒരുക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. കുറച്ചെല്ലാം ഊരി പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബലൂണും കാര്യമെല്ലാം പൊട്ടിപ്പോയി. ഇതേടെ കവറെല്ലാം എടുത്തിട്ട് പോന്ന് ഞാൻ വീഡിയോ എടുത്തിന്. ഇന്നലെ 3:30 ഉറങ്ങിയത്. ഞാൻ ഇടക്കിടക്ക് നെട്ടുമ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഉറങ്ങിയിട്ട്. എന്നാ എനിക്ക് രാത്രി ഉറക്കിൽ കണ്ടോണ്ടിരിക്കും 3:30. എനക്ക് ഉറക്കം വരുന്നുണ്ടായിനി. പിന്നെ ഇപ്പൊ ഉറങ്ങിയ ശരിയാവില്ല. തലവേദന അടങ്ങും. കഴിക്കല്ലേ? നെസൂന് ഫുഡ് കൊടുക്കണം. കഴിക്ക്. ഓള് ഉറങ്ങി. ഇല്ല പറഞ്ഞിട്ടില്ല. അവര് പെട്ടെന്നേ പോയത്. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയി. ഓക്ക് 2-3 ദിവസമായി ഉമ്മാനെ കാണാൻ ഒരു പുതിയ ഓർമ്മയെല്ലാം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിന്. അങ്ങനെ പിന്നെ ഓള് ഇന്ന് പോയി. 2 ആഴ്ചയല്ല, 1 മാസം ആവാനായില്ലേ ഇവിടെ. അതുകൊണ്ട് ഇന്ന് അവര് പോയി. ഇൻഷാ അല്ലാഹ് വേഗം വരുമെന്ന് പറഞ്ഞാ പോയേ. നമുക്കിന്ന് കഴിക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. നമ്മള് ഒരു നൈറ്റ് മുതൽ ഒരു എന്താ പറയാ നമ്മളൊരു ഹാഫ് ഡേ വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നവരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കോൾഡും കാര്യമില്ലായതുകൊണ്ട് ഉമ്മാക്ക് പനി, നെസൂന് പനി, കോൾഡും നെസൂന് വന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് വരും. അത് നിർബന്ധം. അപ്പൊ തെളിക്കാൻ ചമച്ചാണ്. അപ്പൊ എന്താ എല്ലാരും ടയേർഡ് ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എടുക്കാനുള്ള ഒരു മൂടങ്ങ് പോയേട്ടാ. മൊത്തത്തിൽ അങ്ങ് മൂടൊക്കെ പോയിട്ടുള്ളത്. പിന്നെ റുദ അങ്ങ് പോയേട്ടാ കോഴിക്കോട്. നമ്മള് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലേ, റുദ അങ്ങ് വീട്ടിൽ പോയി. പിന്നെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഞെക്കി പൊട്ടിക്കുക. വേഗം തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ വരാം. അതുവരേക്കും ബൈ.